നമസ്കാരം. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ഏറെ മനോഹരമായിരിക്കുന്നു. അടിപൊളി പഴയ ഉന്തുവണ്ടികളൊക്കെ പോയി പുതിയതായി. ഏറെ കാലത്തെ കാത്തിരിപ്പിന് ഒടുവിൽ കോഴിക്കോട് ബീച്ചിലെ 90 ഉന്തുവണ്ടികൾ തൊഴിലാളികൾ കോർപ്പറേഷൻ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ബങ്ക് നിർമ്മിച്ചു നൽകി. ഏറെ കാലത്തെ യൂണിയനുകളുടെ പരിശ്രമ ഫലമായാണിത് ബങ്ക് കിട്ടാൻ അവസരം ഒരുങ്ങിയത്. അങ്ങനെ ഏറെ കാലത്തെ തൊഴിലാളികളുടെ സ്വപ്നം സഫലമായി. ഷൊർണൂരുള്ളൊരു പ്രൈവറ്റ് കമ്പനിയാണ് ബങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടോ. പക്ഷേ കാറ്റും മഴയും വന്നാലും ബങ്കിനുള്ളിൽ ചോർച്ച മൂലം വെള്ളം ഇറങ്ങുന്നു. അതിന് മറികടക്കാനുള്ള ഒരു പദ്ധതി അവർ ഇതുവരെ ചെയ്തിട്ടില്ല. കടപ്പുറത്ത് മഴയും കാറ്റും വന്നാൽ വെള്ളം ബങ്കിനകത്ത് കയറും. അങ്ങനെ അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും പദ്ധതി ഇവർ ചെയ്തേ മതിയാവും. അപ്പോൾ ഇവിടെ മഴ പെയ്താലുള്ള അവസ്ഥ ഞാനൊന്ന് കാണിച്ചിരട്ടോ. രാത്രി കാറ്റും മഴയും വന്നപ്പോഴുള്ള സ്ഥിതിയാണിതാ. ഇതിനുള്ളിലൂടെ വെള്ളം അങ്ങനെതാ കിരിഞ്ഞിങ്ങനെ ഇറങ്ങുന്നുണ്ട്. മുകളിലെ ഷീറ്റിനുള്ളിലൂടെ ഇതിന് വിടവിലൂടെയൊക്കെ വെള്ളം അങ്ങനെതാ വന്നുകൊണ്ടിരിക്കാട്ടോ. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ നശിച്ചു പോകും. ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള ഒരു പോരായ്മയാണെന്ന് പറയാം. കണ്ടില്ലേ? ഇതാ വെള്ളം എങ്ങനെ കിരിഞ്ഞിറങ്ങി. ഇതെന്താ ചെയ്യുക? ഇത്രയും പൈസ കൊടുത്തിട്ട് ആ സാധനം എടുത്തിട്ട് നമ്മളെ കോട്ടില്ലാത്ത സാധനം അവർ നിർമ്മിച്ച് നൽകിയാൽ തൊഴിലാളികൾക്ക് ഏറെ ബുദ്ധിമുട്ട്. കണ്ടില്ല? മഴ തുള്ളികൾ ഇങ്ങനെ വന്ന് അതിനുള്ളിൽ കൂടി വെള്ളം കിനിഞ്ഞിറങ്ങിയിട്ടുള്ള. അപ്പോൾ ഇവിടെ കാറ്റും മഴ എന്നും ഉണ്ടാവും. അധിക സമയവും വൈകുന്നേരം ഈ സമയത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടാവും. അപ്പം വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകിയാൽ സാധനങ്ങളും കേടുവരും. അപ്പോൾ നമ്മൾ അടച്ചിട്ട് പോയാലും സ്ഥിതി ഇത് തന്നെ ആയിരിക്കും. രാത്രി അടച്ചിട്ട് പോയാലും ഒമ്പം മഴ ചെയ്താൽ തുറന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതാക്കുക. പക്ഷേ ഇതൊരു പോരായ്മ തന്നെയാണ്. ഇതും കൂടി കോർപ്പറേഷൻ പരിഹരിച്ച് ഇതിനെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പരിഹരിച്ച് മതിയാവുന്നുള്ള എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത് കാണുന്ന അധികാരികളിലേക്ക് എല്ലാവരും ഈ വീഡിയോ എത്തിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു.